മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അനുവദിച്ച് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് 7 ലക്ഷം രൂപ വീതമാണ് നൽകുക. സംസ്ഥാനത്തിന്റെ 2026 IT നയത്തിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. ദുരന്തത്തിൽ പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് കടകളുടെ തരമോ ഘടനയോ പരിഗണിക്കാതെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കടയുടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടമുറിക്കും 2.5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അനുവദിക്കും. സംരംഭകർക്ക് സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനായി ഓരോ സംരംഭത്തിനും അവർക്കുണ്ടായ നഷ്ടത്തിന്റെ നിശ്ചിത ശതമാനം നഷ്ടപരിഹാരമായി അനുവദിക്കും. നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായി വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർക്ക് അനുവദിക്കുവാനും തുക വിതരണം ചെയ്യുന്നതിന് വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ 2026 IT നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ IT വ്യവസായ കയറ്റുമതിയുടെ 10% വിഹിതമെങ്കിലും നേടുക, സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 20,000 ഉയർത്തുക, ഒരു IP അധിഷ്ഠിത വിജ്ഞാന വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.